നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വവ്വാലുകളിൽ നിന്നും നിപ്പ വരുന്നുവെന്ന വാർത്ത നമ്മളെ ആകെ ഉലച്ചതാണ്. എന്നാൽ തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന പാരറ്റ് ഫീവർ ബാധിച്ച് ഈ വർഷം യൂറോപ്പിൽ 5 പേർ മരണപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. ഓസ്ട്രിയ, ഡെൻമാർക്ക്, ജർമ്മനി, സ്വീഡൻ, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ സിസ്കോകോസിസ് എന്ന് കൂടി അറിയപ്പെടുന്ന പാരറ്റ് ഫീവർ കേസുകൾ വർദ്ധിച്ചു വരുന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ക്ലെമോഡെഫില സിറ്റഗി എന്നീ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ശ്വാസകോശ അണുബാധയാണ് സിറ്റക്കോസിസ്. മുഖ്യമായും തത്ത പോലുള്ള പക്ഷികളെ ബാധിക്കുന്ന ഈ ബാക്ടീരിയ ഇവയുടെ വിസർജ്യത്തിൽ നിന്നും മനുഷ്യരിലേക്കും പടരുന്നു. വനത്തിലോ വീട്ടിൽ വളർത്തുന്നതോ ആയ പക്ഷികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ് മരണപ്പെട്ടവർ എല്ലാവരും. വളർത്തു പക്ഷികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജോലിക്കാർ, ഡോക്ടർമാർ, പക്ഷികളുടെ ഉടമകൾ, വൈറസ് വ്യാപനമുള്ള ഇടങ്ങളിലെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർ ജാഗ്രത പുലർത്തണമെന്നാണ് ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ധർ പറയുന്നത്. 450-ലധികം പക്ഷി ജനുസുകൾക്ക് പുറമെ പട്ടി, പൂച്ച, കുതിര, പന്നി, ഉരകങ്ങൾ എന്നിവയിലും ക്ലെമോഡോഫില സിറ്റാക്കിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യരിലേക്ക് ഈ ബാക്ടീരിയ പടർത്തുന്നത് കൂടുതലും തത്തകൾ, പ്രാവുകൾ, ഫിഞ്ച് എന്ന ഇനം കുരുവികൾ, കാനറി പക്ഷികൾ എന്നിവയാണ്. പക്ഷികളുടെ ഉണങ്ങിയ വിസർജ്യങ്ങൾ, ഇവ ശ്വസിക്കുമ്പോൾ പുറത്തുവരുന്ന സ്രവങ്ങൾ, തൂവലുകളിലെ പൊടികൾ എന്നിവയിലൂടെയാണ് മനുഷ്യരിലേക്ക് ബാക്ടീരിയ എത്തുക. പനി, കുളിർ, തലവേദന, പേശിവേദന, വരണ്ട ചുമ എന്നിവയെല്ലാമാണ് പാരറ്റ് ഫീവറിന്റെ ലക്ഷണങ്ങൾ. ബാക്ടീരിയ ഉള്ളിലെത്തി 5 മുതൽ 14 ദിവസങ്ങളിനുള്ളിൽ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകി ഉടനടി ചികിത്സ ആരംഭിക്കുന്നത് ന്യൂമോണിയ പോലുള്ള സങ്കീർണതകൾ ഒഴിവാക്കും. ആന്റിബയോട്ടിക് ചികിത്സ ലഭിച്ചവർ ഈ ബാക്ടീരിയ മൂലം മരണപ്പെടാനുള്ള സാധ്യത അപൂർവമാണ്. പക്ഷികൾ വഴി ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഈ ബാക്ടീരിയ പടരാമെങ്കിലും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഇത് പടരുന്നതിന് തെളിവില്ല എന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. പാരറ്റ് ഫീവറിനെ തുടർന്നുള്ള യൂറോപ്പിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും നിലവിൽ അപകട സാധ്യത കുറഞ്ഞ വിഭാഗത്തിലാണ് ഈ രോഗത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ലോകാരോഗ്യ സംഘടന കൂട്ടിച്ചേർത്തു. പ്രധാനമായും അസുഖം വരാതിരിക്കാൻ എടുക്കാം ഈ മുൻകരുതലുകൾ. പക്ഷികളെ വളർത്തുന്നവർ അവയുടെ കൂട് വൃത്തിയായി സൂക്ഷിക്കണമെന്നും കാഷ്ടം പടരാത്ത തരത്തിൽ കൂടുകൾ സജ്ജീകരിക്കണമെന്നും നിറയെ പക്ഷികളെ ഒരു കൂട്ടിൽ നിറയ്ക്കരുതെന്നും ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ മാർഗനിർദ്ദേശ രേഖയിൽ നിർദ്ദേശിക്കുന്നു. ഏതെങ്കിലും പക്ഷികൾ രോഗം വന്നതായി കണ്ടെത്തിയാൽ മൃഗഡോക്ടറെ കണ്ട് ചികിത്സ തേടുവാനും രോഗം വന്ന പക്ഷിയെ തനിയെ കൂട്ടിലേക്ക് മാറ്റുവാനും ശ്രദ്ധിക്കണം. പക്ഷികളെ വളർത്തുന്നവർ ശുചിത്വം പാലിക്കണമെന്നും കൂടും മറ്റും വൃത്തിയാക്കിയ ശേഷം കൈ വൃത്തിയായി കഴുകണമെന്നും മാർഗരേഖയിൽ കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും വവ്വാല് പടത്തെ നിപ്പ കേരളത്തിൽ ആകെ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞെങ്കിലും ഇനി തത്ത കൂടിയേ വരാനുള്ളൂ.